ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിന് സ്തുതി പാടാൻ നമ്മുടെ അധരങ്ങൾ തുറക്കുന്ന നാഥനെ ഏറ്റുപറയാം. അവൻ്റെ വചനങ്ങൾക്ക് കാതോർക്കാൻ തക്കവിധം കാതുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഈ ദിവസം ആരംഭിക്കാം. നമുക്കൊരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്പത്തിയൊന്നാം സങ്കീർത്തനം 15-ാം വാക്യം. Psalm 51 verse 15. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. നമ്മുടെ അധരങ്ങൾ നാഥന് സ്തുതി പാടേണ്ട നാവുകളാണ്. നമ്മുടെ കാതുകൾ കർത്താവിൻ്റെ വചനം കേൾക്കേണ്ട ചെവികളാണ്. നമ്മുടെ കണ്ണുകൾ ദൈവത്തിൻ്റെ വിസ്മയങ്ങൾ കാണേണ്ടവ. നമ്മുടെ പാദങ്ങൾ കർത്താവിൻ്റെ വഴിയെ ചരിക്കേണ്ടവ. നമ്മുടെ കരങ്ങൾ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഭൂമിയിൽ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവ. കർത്താവിൻ്റേതായി ജീവിക്കുക എന്നാൽ ഇതുതന്നെ. കർത്താവ് കാണുന്ന കണ്ണുകളിലൂടെ കാര്യങ്ങളെ കാണാൻ കഴിയുക, കർത്താവിൻ്റെ സ്വരം എപ്പോഴും ശ്രവിക്കാൻ കഴിയുക, ദൈവസ്തുതികൾ അധരങ്ങളിലുണ്ടാവുക. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്ക് ദൈവാരാധന നടത്താൻ പറ്റും. നമ്മൾ ഇന്ന് ദൈവാരാധനയ്ക്ക് ഒരു നിശ്ചിത ഇടവും നിശ്ചിത നേരവും കൽപ്പിച്ച് നൽകിയിരിക്കുകയല്ലേ. ഓരോ നിമിഷവും ദൈവാരാധനയാകുന്നത് ഇങ്ങനെയാണ്. കർത്താവേ, ഞാൻ കാണുന്നവയാണ് എൻ്റെ കാഴ്ചപ്പാടുകളായി മാറുന്നത്. കാണുന്നവ നിന്റെ കണ്ണ് കടമെടുത്തൊന്ന് കണ്ടാൽ എൻ്റെ കാഴ്ചപ്പാടുകൾക്കും സുവിശേഷത്തിൻ്റെ ഗന്ധമുണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ കേൾവികളാണ് എന്നെ രൂപപ്പെടുത്തുന്നത്. കർത്താവേ, നല്ലത് കേൾക്കാൻ, നിന്റെ വചനം കേൾക്കാൻ എന്നെ നീ ഒരുക്കണമേ. അങ്ങനെ വരുമ്പോൾ ഞാൻ വചനത്താൽ രൂപപ്പെട്ടവനാകുമല്ലോ. കർത്താവേ, എൻ്റെ അധരങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. നാവ് നിയന്ത്രിക്കാൻ പഠിച്ച കുതിരയെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുന്നത് പോലെയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമഹത്വത്തിനും മനുഷ്യ നന്മയ്ക്കും ഉതകുന്നത് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങട്ടെ. തിരുഹിതത്തിന് വിരുദ്ധമായത് ഞങ്ങളുടെ നാവിൽ വരാതിരിക്കട്ടെ. ഞങ്ങൾ നിരന്തരം ദൈവസ്തുതികൾ ആലപിക്കുന്നവരാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, നമ്മൾ നിരന്തരം ദൈവസ്തുതികൾ ആലപിക്കുന്നത്, കർത്തൃനാമം അധരത്തിൽ സൂക്ഷിക്കുന്നത് കർത്താവിന് വേണ്ടിയാണെന്ന് വിചാരിക്കരുത്. മറിച്ച് നമുക്ക് വേണ്ടിയാണ്. ദൈവാരാധന നമ്മെ തന്നെ വിശുദ്ധീകരിക്കും. കർത്താവിൻ്റെ നാമം നമ്മുടെ അധരത്തെ, നമ്മുടെ ചിന്തകളെ വിമലീകരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസം. പ്രത്യേകിച്ച് വാക്കിനാലെയും കേൾവിയാലെയും കാഴ്ചയാലെയും ഏറെ ഇടറിപ്പോകുന്നവരല്ലേ നമ്മൾ. ഇന്ദ്രിയങ്ങളിൽ തന്നെ ദൈവാനുഭവം ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, നിന്റെ സ്തുതികൾ ആലപിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ നീ തുറക്കണമേ. തിരുവചനം കേൾക്കാൻ തക്കവിധം ഞങ്ങളുടെ കാതുകളെ നീ തുറക്കണമേ. ഞങ്ങളുടെ മിഴികളിൽ നീ എപ്പോഴും തെളിയട്ടെ. ഞങ്ങളുടെ കാഴ്ചയിലും കാഴ്ചപ്പാടുകളിലും സുവിശേഷത്തിൻ്റെ ദർശനങ്ങൾ ഉണ്ടാകട്ടെ. ഈശോയെ, കുറെ കൂടെ നിന്റെ കണ്ണുകളോടുകൂടെ എല്ലാവരെയും കാണാനും, നിന്റെ ചെവി കടമെടുത്ത് അലിവോടെ എല്ലാവരെയും കേൾക്കാനും, നിന്റെ നാവ് കടമെടുത്ത് സൗഖ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയാനും ഞങ്ങളെ പഠിപ്പിക്കണേ ഈശോയെ. ഈ ദിവസം ഞങ്ങൾ വിശുദ്ധിയോടെ കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂടെ ഈ പ്രാർത്ഥനയിൽ ചേർത്ത് ഈ ദിവസത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.